أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു റമദാനു ഷരീഫ് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ, വിരലിൽ എണ്ണാവുന്ന ദിവസം, അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് റമദാനിലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ റമദാനു ഷരീഫിലെ എല്ലാ ദിവസവും നമുക്ക് അല്പം, അതായത് ഒരു അരമണിക്കൂർ സമയം വിശുദ്ധ ഖുർആൻ ക്ലാസ്സിലിരിക്കണം. അത് പെൻഡിങ് വരുത്താതെ രാവിലെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരത്തിനു മുമ്പായി എപ്പോഴെങ്കിലും കേട്ട് അതിലെ ഒരു കണ്ണിയായി, ഒരംഗമായി, ആയിരക്കണക്കായ ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ ദുആയിൽ ഒരു ബിന്ദുവായി നമ്മളും ഉണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു, റമദാനിലെ ക്ലാസ്സുകൾ സ്പെഷ്യലായി കുറച്ച് ആളുകളെ നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഖുർആൻ കേൾപ്പിക്കാൻ, ഈ ക്ലാസ്സിലിരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞ വർഷവും ഓർമ്മപ്പെടുത്തിയിരുന്നു. ആരെങ്കിലും ചെയ്തോ അങ്ങനെ? നമ്മുടെ കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലേക്കോ ഈ സന്ദേശം കൈമാറിയിട്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ക്ലാസ്സിൽ റമദാനിലൊരു അരമണിക്കൂർ സമയം ആയിരക്കണക്കായ ഖുർആനിനെ മഹബത്ത് വെക്കുന്ന ഈ ആളുകളോടൊപ്പം ഒരാളായിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ, തയ്യാറാവണം എന്ന് പറഞ്ഞ് നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചോ? ആരൊക്കെ? സ്വയം ഒന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് സമയമാണ്. ഈ ക്ലാസ് കേട്ട ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോരുത്തരും ഒരു 5 ആളുകൾക്ക് തന്നെയെങ്കിലും, ഇത് പറഞ്ഞാൽ ഏകദേശം ഉൾക്കൊള്ളുമെന്ന് ധാരണയുള്ള 5 ആളുകൾക്ക് തന്നെയെങ്കിലും നിങ്ങൾ ഈ സന്ദേശം കൈമാറിയിട്ട് അവരെ കൂടെ ക്ലാസ് കേൾക്കാൻ ആവശ്യമായ തരത്തിൽ പാകപ്പെടുത്തി സംസാരിച്ച് നിങ്ങൾ അവരെ കൂടെ കൂട്ടത്തിൽ കൂട്ടണം. അത് ചെറിയൊരു പുണ്യമൊന്നുമല്ല, അത് പറഞ്ഞാൽ തീരൂല, അതിന് മാത്രം വലുതാണ്. എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും 2 മാസത്തോളമായി നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന റമദാൻ എന്ന വലിയ അതിഥി നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. വ ബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ് നമ്മൾ ദുആ ചെയ്തിരുന്നത്, അല്ലേ? ആ റമദാൻ ഇതാ തൊട്ടടുത്തെത്തി, വാതിൽക്കലെത്തി. ഇനി ആ റമദാനിനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മാന്യമായി സൽക്കരിക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. നമ്മൾ വിളിച്ചു വരുത്തിയതാണ് 2 മാസമായിട്ട്. വിളിച്ചു വരുത്തിയ വിരുന്നുകാരനെ മാന്യമായിട്ട് സൽക്കരിക്കുക എന്നുള്ളതാണ് മാന്യത. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നിലക്കും അതിന് ഒരുങ്ങി റമദാനിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. റമദാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം,
പുണ്യങ്ങളുടെ പൂക്കാലം എന്നും സയ്യിദു ഷുഹൂർ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതുകൊണ്ട് റമദാനു ഷരീഫിൽ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടുതൽ ഖുർആൻ ഓതാൻ ശ്രമിക്കണം. കൂടുതൽ ഓതണം, കൂടുതൽ ഓതുക. ഇനി പറയുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. കൂടുതൽ ഓതുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹൈ സ്പീഡിൽ നിയമങ്ങളോ മറ്റോ ഒന്നുമില്ലാതെ കടകട കടകട പടപട പടപട എന്ന് പറഞ്ഞ് ഓതലല്ല. പിന്നെയോ നിയമങ്ങളൊക്കെ പാലിച്ച് കുറച്ചധികം സമയം ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തിയിട്ട് ഇരുന്ന് ഓതണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഹൈ സ്പീഡിൽ ഓതുക എന്നിട്ട് അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ജുസ് തീർക്കുക, എന്നിട്ട് 4 ദിവസം കൊണ്ട് ഖത്ം തീർക്കുക, എന്നിട്ട് 4 ദിവസം കൊണ്ട് ഖത്ം തീർക്കണം, അത് വേറെ വിഷയം, അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സ്പീഡിൽ ഓതിയിട്ട് സുബ്ഹാനല്ലാഹ് ഖുർആനിനെ നിസ്സാരപ്പെടുത്തുന്ന തരത്തിലുള്ള പാരായണം അത് പറ്റില്ല. കുറേ സമയം അതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അല്ലാതെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഓതുക എന്നതല്ല. അത് എല്ലാവരും ശ്രദ്ധിക്കുക, ഖുർആൻ ഓതാൻ. പിന്നെ റമദാൻ വന്നാൽ നമുക്കൊക്കെ അറിയാം, റമദാനിലെ സ്പെഷ്യൽ ഇബാദത്തുകൾ ധാരാളം ഉണ്ട് അല്ലേ. ഇപ്പം നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ ആണെങ്കിൽ, റമദാൻ വന്നാൽ എന്ത് ചെയ്യും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ എന്ന് ചൊല്ലും. എങ്ങനെ ചൊല്ലും റമദാനിൽ? ഇങ്ങനെ നോക്കി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ തലേന്നാൾ സഹാബത്തിനെ കൂട്ടിയിരുത്തിയിട്ട് വലിയൊരു ഖുതുബ നടത്തി. അതിൽ പറഞ്ഞതാണ് റമദാനിൻ്റെ മഹത്വം ഒരുപാട് പറഞ്ഞു. ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല, നേരത്തെയൊക്കെ പറഞ്ഞതും നിങ്ങൾക്കൊക്കെ അറിയുന്നതുമാണ്. ശൈത്താനെ ചങ്ങലക്കിടുക, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുക, നരകത്തിൻ്റെ ഡോറുകൾ അടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, ഒരു സുന്നത്തിന് ഫർദിൻ്റെ കൂലി, ഫർദിന് 70 ഫർദിൻ്റെ കൂലി, ഇങ്ങനെ ധാരാളം പറഞ്ഞിട്ട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്ർ അധികരിപ്പിക്കണം. അകത്തുക അങ്ങനെയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണം, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കണം, സ്വർഗം ചോദിക്കണം, അസ്അലുകൽ ജന്ന നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം, അഊദു ബിക മിനൻ നാർ ഇത് വർദ്ധിപ്പിക്കണം. ഇത് ചൊല്ലണം എന്നല്ല, ഇത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിങ്ങനെ നമ്മുടെ നാവിലെ റമദാൻ സ്പെഷ്യൽ ദിക്ർ അങ്ങനെ ആയിരിക്കണം. എങ്ങനെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അതിങ്ങനെ ചൊല്ലുക. ചിലർ തന്നെയെങ്കിലും വിചാരിച്ചിട്ടുള്ളത് ഇത് നിസ്കാരത്തിന് ശേഷം മാത്രമുള്ള ദിക്റാണ് റമദാനിൽ എന്ന് അല്ലേ. ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ, ഒരു സ്വകാര്യം. കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മളിത് നിസ്കാരത്തിൻ്റെ പിറകെ അല്ലാതെ എത്ര വട്ടം ചൊല്ലിയിട്ടുണ്ടാവും? ഇതിപ്പോൾ ചോദിക്കുന്നത് എന്തിനറിയോ? പോയ ബസ്സിന് കൈ കാണിച്ച് അല്ല, പിന്നെയോ ഈ റമദാനിൽ നമ്മൾ കൂടുതലും ചൊല്ലേണ്ട ദിക്ർ ഇതാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. സ്ക്രീനിലേക്ക് നോക്കി, അഷ്ഹദു എന്നുള്ളത്. അഷ്ഹദു എൻ്റെ അർത്ഥം എന്തറിയോ? ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു. എന്ത്? അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിശ്ചയം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ഓക്കെ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാനിതാ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു, സമ്മതിക്കുന്നു. അത് എന്ത് വേണമെന്നറിയോ? അഷ്ഹദു എന്ന് തന്നെ പറയണം. അല്ലാതെ കുറേ ആളുകൾ പറയുന്നത് പോലെ ഇങ്ങനെ പറയാൻ പറ്റില്ല. എങ്ങനെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ? അഷ്ഹദു. അഷ്ഹദു സ്ക്രീനിൽ കാണുന്നില്ലേ? അഷ്ഹദു. ഇങ്ങനെ കുറേ ആളുകൾ ചൊല്ലുന്നത് അഷ്ഹദു അല്ല, തന്നെ ഇല്ല, അങ്ങനെ ചൊല്ലാൻ പറ്റില്ല. അഷ്ഹദു അങ്ങനെ തന്നെ ചൊല്ലണം, അപ്പോഴേ ഈ ദിക്റാവുള്ളത്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവിടം. അല്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ലായില. ലായില ലായില എന്ത് ലായില?
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറു എന്ന് തന്നെ അസ്തഗ്ഫിറു പറ്റില്ല. അവിടെ ഐനല്ല ഗൈനാണ്, ഗൈനാണ്, ഐനല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അങ്ങനെ തന്നെ ചൊല്ലണം. ആദ്യത്തെ 10 റമദാനിനെ 3 10ആക്കി, അല്ലേ? 30 ദിവസത്തെ, ഒരു മാസത്തെ. ആദ്യത്തെ 10 അള്ളാഹുവിനോട് അവൻ്റെ റഹ്മത്ത് ചോദിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരുപാട് പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ കാര്യങ്ങളൊന്നും നടക്കൂല. പോട്ടെ, നമുക്ക് ആ വിഷയം വേറെ സമയത്ത് പറയാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ ചോദിക്കണം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലേ? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് ചൊല്ലണത്. അല്ലാതെ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. ദിക്റുകൾക്കൊക്കെ അതിൻ്റെ അക്ഷരങ്ങളും ഹറക്കത്തുകളൊക്കെ ശ്രദ്ധിച്ച് ഉച്ചരിച്ച് മനസ്സിലാക്കി ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെയാണ് ആ ദിക്ർ ചൊല്ലേണ്ടത്. പിന്നെ റമദാനിലെ സ്പെഷ്യലാണ് തറാവീഹ്, അല്ലേ? തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്. അത് 20 റക്അത്താണ്. അതൊന്നും പഴയകാലത്ത് ചില ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് 8ഉം 3ഉം 11 ആണോ, അതോ വെറും 8 ആണോ, അതോ അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ്, അല്ലേ? ആ സംശയിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. 20 റക്അത്ത്. ആ 20 റക്അത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി ഉണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. എന്താ അറിയോ? നിങ്ങൾ ആലോചിക്കുക, ഈ തറാവീഹ് എന്നൊക്കെ പറഞ്ഞ നിസ്കാരമാണല്ലോ. റമദാൻ മാസമല്ലേ? ആ റമദാനിലെ തറാവീഹ് നിസ്കാരം ഏറ്റവും പുണ്യം നിറഞ്ഞ വലിയൊരു ഇബാദത്തായിട്ട് ആ നിസ്കരിച്ചിട്ട് കുറ്റം വാങ്ങുന്ന തരത്തിലൊക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആനേ ജമാഅത്ത് നിസ്കാരങ്ങളിൽ തറാവീഹ് ജമാഅത്ത് അവർ സുന്നത്താണ്. ഈ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഒരു ഇമാമിന്, ഒരു മഅ്മൂമിനൊക്കെ. പല സ്ഥലത്തും അത് കാറ്റിൽ പറത്തിയിട്ടാണ് നിസ്കാരം. ഇമാമങ്ങ് ഓതുന്ന ഒരു ഒറ്റ ഫാത്തിഹ ബാക്കിലുള്ള മഅ്മൂമികളെ പരിഗണിക്കുന്നേ ഇല്ല. ആനേ എത്ര സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ബാക്കിൽ നിൽക്കുന്നത് 1,00,000 മഅ്മൂമികളാണെങ്കിൽ അവരുടെ മുഴുവൻ നിസ്കാരത്തിൻ്റെ ഉത്തരവാദിത്വം മുന്നിൽ നിൽക്കുന്ന ഇമാമിനാണ്. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഇമാം ഫാത്തിഹ ഓതണം, മഅ്മൂമും ഫാത്തിഹ ഓതണം. മസ്ബൂഖിനെ കുറിച്ചല്ല പറയുന്നത്, തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് അതിലെ മുവാഫിഖിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഫാത്തിഹ ഓതണം, അതിനുള്ള സമയം മഅ്മൂമിന് കിട്ടണം. അതിൻ്റെ മസ്അലകളൊക്കെ ബന്ധപ്പെട്ടവർ പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്തെ തറാവീഹിൻ്റെ ഒക്കെ സമയത്ത്, ആ നിസ്കാരത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഈ നിസ്കാരമെന്നും ഇതിൽ ഫാത്തിഹ ഓതേണ്ടത് എങ്ങനെയാണെന്നും അതിൽ ഫാത്തിഹ അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ ഓതിപ്പോയി ഞാൻ നിസ്കാരം തന്നെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കണം. സഹോദരിമാർ ശരിക്കും ശ്രദ്ധിക്കണം. വീടുകളിൽ വെച്ച്, സ്വന്തം വീടുകളിൽ വെച്ച് ജമാഅത്തായി തന്നെ തറാവീഹ് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തറാവീഹ് വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഫാത്തിഹ ഓതണം, തെറ്റുകൂടാത്ത ഫാത്തിഹയായിരിക്കണം. നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കാത്ത കറക്റ്റ് ഫാത്തിഹയായിരിക്കണം. ശേഷം ഒരു സൂറത്ത് ഓതും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്നത് സൂറത്തുൽ ഫീൽ തൊട്ട് ലാസ്റ്റ് വരെയാണ്. കുഴപ്പമൊന്നുമില്ല, ഓതാം. പക്ഷേ അതൊക്കെ ശ്രദ്ധിച്ചോതണം. അലന്തറ കൈഫ എന്ന് ഓതാൻ പാടില്ല. അലന്തറ കൈഫ ചില ആളുകൾ പറയും, അല്ല നിങ്ങളെ പള്ളിയിൽ ഏതാ തറാവീഹ് നിസ്കാരത്തിന് ഏത് സൂറത്താണ് ഓതാറുള്ളത്? ഖത്തം തീർക്കല അല്ല, പിന്നെ ഏതാ? അലന്തറ. എന്തലന്തറ? കുന്തം. അലം ചറ എന്നാണ് പറയണത്, അലന്തറ. അതൊക്കെ മാറ്റിയിട്ട് ലീലാഫി, ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം. എങ്ങനെ? ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം. ഏത് സൂറത്താ? ലി ഈലാഫി.
അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം. ഇങ്ങനെ സൂറത്തുകൾ ശ്രദ്ധിക്കണം, ദിക്റുകൾ ശ്രദ്ധിക്കണം. തറാവീഹ് നിസ്കാരം ഏറ്റവും പുണ്യം നിറഞ്ഞ റമദാനിലെ ഒരു സ്പെഷ്യൽ സുന്നത്ത് നിസ്കാരം ആയതുകൊണ്ട് അതിൻ്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടണ്ടേ. പരമാവധി എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ തറാവീഹ് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ മുറിച്ച് ഓതണം. അതായത് വഖഫ് ചെയ്ത് ഓതണമെന്ന്. ചേർത്തി ഓതാൻ കുഴപ്പമൊന്നുമില്ല. സുന്നത്തുകൾ എത്ര നഷ്ടപ്പെടുന്നു. റമദാനിൽ ഒരു സുന്നത്തു ചെയ്താൽ അതിൻ്റെ കൂലി എത്രയാ? അതൊക്കെ വെറുതെ കളയല്ലേ. എന്തിനാണ് ഇങ്ങനെ ഹൈ സ്പീഡിൽ പോണേ? 120, 140, 200 പോണേ എന്തിനാ? സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാഭിക്കുന്ന സമയം എത്രയാ? 5 മിനിറ്റ്. ആണേ, ആ 5 മിനിറ്റ് കൊണ്ട് എന്ത് കിട്ടാനാ? ഒന്ന്, ആ 5 മിനിറ്റ് കൊണ്ട് എന്താ നഷ്ടപ്പെട്ടത് ഇവിടെ? തറാവീഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മൾ നോക്കി എല്ലാ ആയത്തിലും നിർത്തിയിട്ട് മനോഹരമായൊരു ഫാത്തിഹ ഓതി. എന്താ അങ്ങനെ ഓതിയാൽ എത്ര സമയം? 2.5 മണിക്കൂർ വേണം ഒരു ഫാത്തിഹയ്ക്ക്. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ ചെയ്യരുതേ ഒരിക്കലും. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തറാവീഹ് നോമ്പിന് നിയ്യത്ത് ചെയ്യും നമ്മൾ അല്ലേ? നവൈറ്റു സൗമഗദിൻ അനദായി അല്ലേ? നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കൽബിൽ കരുതേണ്ട ഒരു സംഗതിയാണ്. അത് പറയൽ സുന്നത്തുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. വെറും നവൈറ്റു സൗമഗദിൻ അനദായി ഫർദ് റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഇപ്പം എന്താ സംഭവിച്ചത്? ഞാനിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് അവിടെയല്ല, എൻ്റെ മനസ്സ് ഇവിടെയാണ്. പറ്റില്ല. ഈ വർഷത്തെ അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ ആയ ഫർദായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ നോൽക്കാൻ കരുതി എന്ന് പറയുമ്പോൾ കരുതിയിട്ടായിരിക്കണം പറയേണ്ടത്. അല്ലാതെ നാവ് കൊണ്ട് അങ്ങനെ പറയുന്നു, മനസ്സ് വേറെ എവിടെയോ ആണ്. പറ്റില്ല. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെ. നിയ്യത്ത് അൽ ഖസ്ദു ബിൽ ഖൽബ്, ഹൃദയത്തിൽ മനസ്സിൽ കരുതി പറയണം. അത് വേണം. നോമ്പ് തുറക്കുമ്പോഴോ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു അല്ലേ? വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുമ്പോഴോ ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ റമദാനിലും മാത്രം ഇത്ര പുണ്യം നിറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ അപ്പോഴേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടുത്തരുത്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ ഉണ്ടല്ലോ, വല്ലാത്തൊരു ദുആ ആണത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന ഉറപ്പുള്ള ദുആ ആണ്. അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നേ. റമദാനിൽ മാത്രമല്ലേ അതൊക്കെ കിട്ടുള്ളൂ. അല്ലാഹു. ഒറ്റ കാര്യങ്ങളും പറയട്ടെ കേട്ടോ. ചില ആളുകൾക്കൊരു ഒരു 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 ഈ ക്ലാസ്സിൽ തന്നെയല്ലേ ഇത് പറയാ. എത്ര ആളുകൾ, ആയിരങ്ങൾ കേൾക്കല്ലേ. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ നമ്മുടെ ക്ലാസ് മുതലായില്ലേ. നമ്മളെ ആലിമീങ്ങൾ, നമ്മളെ സാദാത്യങ്ങൾ, അഭിമന്യരായ എ പി ഉസ്താദ് തൊട്ട് സുലൈമാൻ ഉസ്താദ്, ഓട്ടൂർ ഉസ്താദ്, നമ്മളെ ഉസ്താദ് ഖലീൽ തങ്ങൾ പാപ്പ അല്ലേ, നമ്മളെ സാദാത്യങ്ങൾ അലി ബാഫഖി തങ്ങൾ, പേരോട് ഉസ്താദ്, ഇങ്ങനെയുള്ള ഈ വലിയ ആലിമീങ്ങൾ ഇത്രയും നല്ല ഒരു ഒരു സൗകര്യം ഇത്രയും ആയിരങ്ങൾക്ക് ഒരുക്കി തന്നിട്ട് ഒരാൾ ധന്യരായാൽ മാഷാ അല്ലാഹ്, ഒരാൾക്കത് ഉപകാരപ്പെട്ടാൽ മാഷാ അല്ലാഹ്. ഒരാൾക്കൊന്നല്ല, കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയാം. നമ്മളെ ആലിമീങ്ങൾക്ക്, നേതാക്കൾക്ക്, ഞാൻ പേര് പറഞ്ഞതും പറയാത്തവരുമായ ധാരാളം ആലിമീങ്ങളും സയ്യിദന്മാരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇസ്സത്തും ഹിമ്മത്തും ആഫിയത്തും ദീർഘായുസ്സും പടച്ചവനെ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. എന്താ പറയാൻ ഉദ്ദേശിച്ചതറിയോ? നോമ്പ് തുറക്കും. നോമ്പ് തുറക്കുന്നത് നമുക്കറിയാലോ, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കും. മിക്കവാറും ആളുകൾ അങ്ങനെ ചെയ്യും. ചില ആളുകൾ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കും. എന്തോ ആവട്ടെ, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതിന് പ്രത്യേക സുന്നത്തുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം.
ഞാനങ്ങനെ നോമ്പിൻ്റെ മസാലയിലേക്ക് വരികയല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അവിടെ, പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരാൾ. എന്താ അറിയോ, നോമ്പ് തുറന്ന് അത്യാവശ്യത്തിന് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളോ കഴിച്ച് മഗ്രിബ് നിസ്കരിക്കും. മഗ്രിബ് നിസ്കരിച്ചിട്ട് ആണ് പലരും ഭക്ഷണം കഴിക്കാറുള്ളത്. അത് അവരവരുടെ ഇഷ്ടമാണ്, അതിൽ നമ്മൾ ഇടപെടില്ല, സൗകര്യം പോലെ ചെയ്യാം. ചില ആളുകൾ നേരെ തിരിച്ചാ, നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ, അതായത് മുറിക്കുന്ന സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിക്കും. അവരവരുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യട്ടെ. മഗ്രിബ് ഖളാ ആകാതിരുന്നാൽ മതി, വൈകാതിരുന്നാൽ മതി, ഓക്കെ. പക്ഷേ അങ്ങനെ നോമ്പ് തുറന്ന് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ചില ആളുകളുടെ നിസ്കാരം ബാത്തിലാകുന്നൊരു പരിപാടി ഇടയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ജമാഅത്തായിട്ടൊക്കെയാണ് നമ്മൾ മഗ്രിബ് നിസ്കരിക്കുന്നത് എങ്കിൽ നോക്കിയേ, ഇമാം ഫാത്തിഹ ഓതുന്ന സമയത്തേ നമ്മൾ ഫാത്തിഹ ശ്രദ്ധിക്കുകയാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഫാത്തിഹ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച ആ ഈത്തപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേ ആ പലഹാരങ്ങളുടെ ഫ്രൂട്ട്സുകളുടെയൊക്കെ ബാക്കി നമ്മുടെ പല്ലിൻ്റെയോ ഒക്കെ ആ ഗ്യാപ്പിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നോക്കി അല്ലേ, ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ അത് ഇറക്കിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഒരു ചെറിയ 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 നേർത്തൊരു പീസോ അതിൻ്റെ ടേസ്റ്റോ മതി ഇറങ്ങിപ്പോയാൽ. ഇത് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പോകണ്ടേ ഉസ്താദേ, എന്നാലല്ലേ നോമ്പ് മുറിയുള്ളൂ എന്ന്. ഈ തടിയുടെ പരിധി എത്രയാ? 1 കിൻഡലാ? പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്ത്? അപ്പോൾ ശരിക്കും ബ്രഷ് ചെയ്തിട്ട് വായിൽ വെള്ളം കൊപ്പിളിച്ചിട്ട് മാത്രമേ നിസ്കരിക്കാൻ നിൽക്കാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുന്നൊരു രൂപം. ഇങ്ങനെ ഒരുപാട് മസാലകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് റമദാനിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റമദാനിൽ നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് വേണം. അല്പസമയം എല്ലാവരും ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ റമദാനിനെ സ്വീകരിക്കാൻ. നമുക്ക് കുറച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى قال موعدكم يوم الزينة وأن يحشر الناس ضحى فتولى فرعون فجمع كيده ثم أتى قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى. ഓക്കേ, തുടങ്ങിയതിന് എങ്ങനെയാ? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ ആയത്ത് ഞങ്ങൾ പുരുഷന്മാർക്ക് പെട്ടെന്ന് ഓർമ്മ വരും, സഹോദരിമാർക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ ആയത്ത് ഏതാണ്? നിങ്ങൾക്ക് ഓർമ്മ വരാൻ സാധ്യതയില്ലല്ലേ? നോക്കിയേ, നമ്മളൊക്കെ മരണപ്പെട്ടിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോകും മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കൂ, എന്നിട്ട് ഖബറിലേക്ക് ഇറക്കും നമ്മളെ. മയ്യത്തിനെന്നൊന്നും പറഞ്ഞ് വേറെ ഒരാളെ നമ്മൾ സങ്കല്പിക്കേണ്ട, നമ്മളെ ഓരോരുത്തരെയും ഖബറിലേക്ക് ഇറക്കുമ്പോൾ ചുറ്റുഭാഗത്തും ഇഷ്ടംപോലെ ആളുകളുണ്ടാവും.
അല്ലേ? എന്നിട്ട് മൂടുകല്ല് വെച്ച് മൂടും. മൂടിയതിന് ശേഷം ആ ഖബറിൻ്റെ ചുറ്റുഭാഗത്ത് ഖബർ കളച്ച ആളുകളുണ്ടാവും. ഖബർ കുഴിച്ച ആളുകൾ മണ്ണൊന്നും ഇങ്ങനെ ലൂസാക്കി തരും. എന്തിനറിയോ? അത് 3 പിടി മണ്ണ് ഈ ഖബറിൻ്റെ പുറത്തുനിന്ന് എടുത്തിട്ട് ഈ ഖബറിലേക്ക് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മൂടുകല്ലിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇടും. മിൻഹാ ഖലഖനാക്കും, സഹോദരാ ഇന്ന് നീ നാളെ ഞാനായിരിക്കും. ഇന്ന് നീ നാളെ ഞാനായിരിക്കും. മിൻഹാ ഖലഖനാക്കും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചത്. ഇന്ന് ഞാനിതാ നിങ്ങളെ മേലെ മണ്ണ് വാരിയിടുന്നു. നാളെ എൻ്റെ മേൽ മണ്ണ് വാരിയിടാൻ കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഇനി വെയിറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരും മിൻഹാ ഖലഖനാക്കും, ഈ മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുക്കും, നോക്കി മണ്ണിലേക്ക് തന്നെ മടക്കി, അല്ലേ? വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, ഒരു സമയത്ത് മണ്ണിൽ നിന്ന് നമ്മൾ രണ്ടാമത് നിങ്ങളെ പുറത്ത് കൊണ്ടുവരും എന്ന ആശയമുള്ള മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മീതെ വരുന്നതു കല്ലാണ്. ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ ജോറിലേ. ഖനമേറും വിധം കല്ലും മണ്ണും അതിന്മീലെ മറമാടും ഖബർ ബഹുജോറിലേ. അല്ലേ? അല്ലാഹ്. അപ്പോൾ ആ ആയത്തുകളാണിത്. മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ. വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ ഖാല അജിഅ്തനാ ലിതുഖ്രിജനാ മിൻ അർദിനാ ബിസിഹ്രിക യാ മൂസാ. ഓക്കേ, قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. شيء ശ്രദ്ധിക്കണേ. فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. قال موعدكم يوم الزينة وأن يحشر الناس ضحى. എൻ്റെ കൂടെ ഒരുമിച്ച് നോക്കി ആയത്ത്. قال موعدكم, കണ്ടോ ദാലിന് സുക്കൂൻ കൊടുത്ത്. قال موعدكم يوم الزينة وأن يحشر الناس ضحى فتولى فرعون فجمع كيده ثم أتى. എങ്ങനെ? فتولى فرعون فجمع كيده ثم أتى قال لهم موسى ويلكم لا تفتروا على الله كذبا. ഒരുമിച്ചിട്ടോ. قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. ഓക്കെ,
فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ശരിക്കും ശ്രദ്ധിക്കണം ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ, വിശുദ്ധ റമദാനിനെ അർഹിക്കും വിധം സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. റമദാനിൽ ധാരാളം ഇബാദത്തുകളെ കൊണ്ട് ധന്യരാവാൻ, ആ ഇബാദത്തുകളൊക്കെ നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ ഇബാദത്തുകളിലൊക്കെ വന്ന എല്ലാ കുറവുകളും നീ പരിഹരിച്ച് കബൂലാക്കണേ അള്ളാഹ്. പടച്ചവനെ, അള്ളാഹുവേ, കഴിഞ്ഞ റമദാൻ ഷരീഫിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇന്ന് ആറടി മണ്ണിലാണ്. പടച്ച റബ്ബേ, ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ തരണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് ഈ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ മിസ്ൽ സവാബ് നീ കാണിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയൊക്കെ നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് റമദാനിൽ നമുക്ക് കാണാം ദുആ വസിയത്തോടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة